ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടുക്കാച്ചി വേൾഡിൻ്റെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ പുന്നമ്പട എന്ന ലൊക്കേഷനിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു ട്രിപ്പ് പ്ലാനാണ് ഒരു ദിവസത്തെ ഹൗസ് ബോട്ടിൽ ഉള്ള യാത്ര. നിങ്ങൾ ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഞങ്ങൾ അന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ പുന്നപ്പട ലൊക്കേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ പല ഹൗസ് ബോട്ടിനും റേറ്റ് ചോദിച്ചു. ഒരു ദിവസത്തെ അവർ പറയുന്ന എമൗണ്ട് ഇത്ര ഹവേഴ്സിന് ഇത്രയും എമൗണ്ട്, ഏകദേശം 10,000-8,000 രൂപയുടെ അടുത്താണ് പറയുന്നത്. നമുക്ക് തോന്നുന്നു ഒരു ഫാമിലിയിൽ 4-5 പേർക്ക് ഒരു ഹൗസ് ബോട്ടിന് ഇത്രയും എമൗണ്ട് എടുക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതിൽ നല്ല ഇതുപോലെ ഒരു ബോട്ട് എടുക്കുക. അവർ നല്ലൊരു ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയും. നമുക്ക് പറഞ്ഞ ലൊക്കേഷൻ അവർ നിർത്തി തരും ചെയ്യും. നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയത് ഇതുപോലൊരു ബോട്ടെടുത്ത് പോകുന്നതാണ്. ഹൗസ് ബോട്ടിൽ അതിനനുസരിച്ച് ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എമൗണ്ട് വൈസ് നോക്കുമ്പോൾ ഒരിക്കലും റീസണബിൾ ആയിട്ട് തോന്നില്ല. നമുക്ക് നമുക്ക് ഈ 3 മണിക്കൂർ നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലുള്ള കാഴ്ചകൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വേറൊരു യാത്രയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. മഴയുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇത്രയും ടൈം നമുക്ക് റിലാക്സ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, ഗൈഡായിട്ട് ഒരു കമ്പനിയുടെ ബേസിൽ ചോദിച്ചു, ഞാൻ ഹൗസ് ബോട്ട് ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അന്ന് ഹൗസ് ബോട്ടിന് ട്രൈ ചെയ്ത് നോക്കി. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാ ഗൈഡും സമ്മതിക്കണമെന്നില്ല. ഒരു അരമണിക്കൂറിൽ ഞാനത് ഓടിച്ചു എന്നാണ്. ഒരുപാടുണ്ട് നമുക്ക് അവിടെ പോയി എക്സ്പീരിയൻസ്. ഇത് സ്റ്റോപ്പാണ്, ബോട്ട് ആളുകളെ കയറ്റുന്ന ലൊക്കേഷനാണത്. നമുക്ക് അതിനോട് ചേർന്ന് ക്ഷേത്രം കാണാം. ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമുക്ക് ഓടിച്ചേരും കാരണം അവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ട് നിലവിൽ. എനിക്ക് തോന്നുന്നൊരു മാരേജ് ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നാടുകളിലൊക്കെ ലോറികളിലാണ് മണ്ണ് കൊണ്ടുവരുന്നത്. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന പ്ലേസിലേക്ക് ഇതുപോലെ വലിയ വഞ്ചിയിലാണ് അവർ മണ്ണ് കൊണ്ടുപോകുന്നത്. പോകുന്ന ടൈമിൽ നമ്മൾ എവിടെയും ഫുഡ് കഴിക്കാനായാലും അവർ നമുക്ക് നിർത്തി തരുന്നതാണ്. നല്ല കായലിലെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് പോകുന്ന വഴി തന്നെ കാണാം, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ റോഡ് സൈഡിൽ ഉള്ളതുപോലെ തന്നെ വീടുകളും സ്കൂളുകളും പെട്രോൾ പമ്പുകളും എല്ലാം. ശരിക്കും നമ്മൾ അവിടെ ചെന്നുമ്പോഴാണ് നമുക്ക് അവരുടെ ഓരോ ജീവിതങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അവർ ജീവിച്ചിരുന്ന രീതികൾ, ഇത് കൾച്ചറായിട്ടുള്ള വന്ന വ്യത്യാസങ്ങൾ എല്ലാം നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാടിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് അവർ ജീവിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും നേരിട്ട് കണ്ടാൽ മാത്രമാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്തായാലും 2-3 മണിക്കൂർ യാത്ര അവസാനിക്കാറായി. ഇനി ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു കിടുക്കാച്ചി ലൊക്കേഷനായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.